സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എലൈട്രയും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും തിരിച്ച് നമ്മളെന്തായാലും നമ്മുടെ വേൾഡിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്ത ഐറ്റംസ് ആണ് ഈ കാണുന്നത്. കുറേ ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ മെയിനായിട്ട് നമ്മുടെ ഡ്രാഗൺ ഹെഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ എലൈട്രയാണ്. പിന്നെ നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഡയമണ്ട്സ് ആണ്. 13 ഡയമണ്ട്സ് കിട്ടിയത്. നമ്മൾ 11 ശൽക്കർ ഷെല്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ശൽക്കർ ഷെല്ല് വെച്ചിട്ട് നമുക്കിന്ന് ശൽക്കർ ബോക്സ് റെഡിയാക്കണം. പിന്നെ നമുക്ക് മെയിനായിട്ട് കിട്ടിയ ഒരു സംഭവമാണ് നമ്മുടെ മെഗൻറ്റ ബാനർ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കറക്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാനർ ഞാൻ പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഈ ഒരു ബാനർ സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ബാനറാണ്. നമ്മൾ ഈ ഒരു ബാനർ നമ്മൾ വേണ്ട ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം. എടാ ഇതെന്ത് കഷ്ടം. ഇങ്ങനെയല്ല കേട്ടോ, നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ആയിട്ട് നമ്മളെ ബാനർ സെറ്റ് ചെയ്യാൻ പോകണം. യെസ്, എൻ്റെ മോനെ സീന്. പിന്നെ നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്തിട്ട് രാവിലെ ആക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനെന്ന് പറയുമ്പോൾ നമ്മുടെ എലൈട്രയിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും മെൻഡിങ് എടുക്കുമ്പോൾ തന്നെ അൺബ്രേക്കിംഗ് എനിക്ക് തോന്നുന്നു. ഓക്കെ, അൺബ്രേക്കിംഗ് 3 എടുത്തേക്കാം കേട്ടോ. 2 ബുക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. യെസ്, നമ്മുടെ മെൻഡിങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അൺബ്രേക്കിംഗ് 3 ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു എലൈട്ര എന്തായാലും എടുത്തിടാം കേട്ടോ. ഓക്കെ, എലൈട്ര എന്തായാലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് റോക്കറ്റ് വേണം. എലൈട്ര യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് റോക്കറ്റ് വേണം കേട്ടോ, എന്നാലും നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ റോക്കറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു ഡ്രാഗൻ്റെ ഹെഡ് കൂടി നമുക്ക് ഫ്രണ്ടിലായിട്ട് വെക്കണം കേട്ടോ. ഓക്കെ, നമ്മളെ ഡ്രാഗൻ്റെ ഹെഡ് എടുത്തിട്ട് ഓക്കെ, ഈ ഡ്രാഗൻ്റെ ഹെഡ് നമുക്ക് തലയിൽ വെക്കാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ ഒരു ഹെഡ് എന്തായാലും നമുക്ക് ഡ്രാഗൻ്റെ ഹെഡ് എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് റോക്കറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. റോക്കറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സെറ്റ് ആക്കണം എന്ന് വെച്ച് നോക്കാം കേട്ടോ. റോക്കറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പേപ്പറും വേണം, അതുപോലെ തന്നെ ഗൺ പൗഡറും വേണം. അപ്പോൾ ഗൺ പൗഡർ എന്തായാലും നമ്മളെ മോപ്പ് ഫാമിൽ പോയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പേപ്പർ വേണം, നമ്മളെ ഷുഗർ കെയിൻ ഫാമിലും പോയാൽ മതി. എന്തായാലും നമുക്ക് ഫസ്റ്റ് പോയിട്ട് നമ്മുടെ ഗൺ പൗഡർ എടുത്തുകൊണ്ട് വരാം കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇനി ഈ ഒരു എലവേറ്റർ ഒന്നും ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പിന്നെ നമ്മളിവിടെ നമ്മുടെ ഫയർ ആ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ അടിക്കാതെ തന്നെ ഈ ഒരു മോപ്സും കാര്യങ്ങളൊക്കെ ചാവുന്നതായിരിക്കും കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവുന്നതായിരിക്കും, നമ്മളിവിടെ നിന്ന് അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് XP കയറില്ല, അതേ ഒരു പ്രശ്നമുള്ളൂ. അഥവാ നമുക്ക് XPക്ക് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും പൊട്ടിച്ചിട്ട് നമുക്ക് സ്ലാബാക്കി കൊടുക്കാം കേട്ടോ. എന്തായാലും ഞാൻ സ്ലാബ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഗൺ പൗഡർ എടുക്കാം. ഞാൻ എന്തായാലും ഒരു 2 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മളെ എലൈറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓ ഓക്കെ, സെറ്റ്. എന്തായാലും ഫ്ലൈ ചെയ്ത് താഴോട്ട് ഇറങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടല്ലായിരുന്നു വരേണ്ടത്, നമുക്ക് ഷുഗർ കെയിൻ എടുത്തുകൊണ്ട് വരണം. പിന്നെ നമ്മളെ പംകിൻ ഫാമൊക്കെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പംകിൻ ഫാമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് സെറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു പംകിൻ ഫാം നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ല, ഇത്രയും സ്റ്റാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3-4 സ്റ്റാക്ക് അടുപ്പിച്ചായിട്ടുണ്ട്. ഓക്കെ, ഇതും നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഷുഗർ കെയിൻ എടുക്കാം. ഒരു 4 സ്റ്റാക്ക് എടുക്കാം കേട്ടോ. എന്തായാലും ഞാൻ 4 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് വേറൊരു സംഭവം സെറ്റ് ചെയ്യണം. നമ്മുടെ ഹോർസിന് നമുക്ക് മറ്റേ ഒരു സാധനം ഇടണം, ഒരു ആർമർ സെറ്റായി കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പേപ്പർ സെറ്റ് ചെയ്യാന്നുള്ളതാണ്.
എന്നാലും ഫുള്ളങ്ങ് പേപ്പർ റെഡിയാക്കാൻ പോവാണ്. എത്രയും പേപ്പർ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് റോക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഫയർ വർക്ക് റോക്കറ്റ്. എന്തായാലും ഞാൻ ഫുള്ള് റോക്കറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സംഭവം സെറ്റാണ്. എന്തായാലും നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ. സെറ്റ് ഗൈസ്, സംഭവം സീനായിട്ടുണ്ട് കേട്ടോ. ഓ ബ്രോ, വേറെ ലെവൽ. എൻ്റെ മോനെ, നമ്മൾ നല്ല മുകളിലെത്തിട്ടു. ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളെ സ്ഥലമൊക്കെ ഇനി നമുക്ക് ഫുള്ളിങ്ങനെ പോയി കാണാൻ കേട്ടോ. എൻ്റെ മോനെ, നമ്മളെ വില്ലേജൊക്കെ താണ്ട് സീന്. ഓ ഓക്കെ, നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് നട്ട വീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പിന്നെ പറിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം ഇവിടെ ആയിരുന്നല്ലോ നമ്മളെ വീട്. അപ്പോൾ നമ്മൾ ഇവിടെ നട്ട വീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളത് പറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും നമ്മളെ മോപ്പാമിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. മോപ്പാമിൻ്റെ മുകളിൽ പോയി നോക്കാം കേട്ടോ നമുക്ക്. അത് നമ്മൾ ബിൽഡ് ചെയ്തതാണ്. ഓ ഗൈസ്, നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണ് നോക്കുക. സീന് സംഭവം കലക്കിട്ടോ. നമുക്ക് ഇനി ചെയ്യാനുള്ള കുറേ പരിപാടികളുണ്ട്. അടുത്ത് വില്ലേജൊക്കെ ഉണ്ടോന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോയി നോക്കാം കേട്ടോ. ഫുള്ള് നമുക്ക് പറന്ന് ഞാൻ ഇവിടെ എന്തെങ്കിലും അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കാം. ഓ, ഇവിടെ പംകിനൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇവിടെ നമ്മളെ പംകിനൊക്കെ ഉണ്ട്. ഇവിടെ മരുഭൂമി ഉണ്ടോ? ഓ, റൂയിൻ്റെ പോർട്ടൽ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഞാനൊരു റൂയിൻ്റെ പോർട്ടൽ കണ്ടു കേട്ടോ ഗൈസ്. സോ ഇവിടെ ഒരു റൂയിൻ്റെ പോർട്ടൽ ഉണ്ട്. ഒരു ചെസ്റ്റ് തുറന്നോ. ഓ, എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ. സോ നൈസ്. കൊള്ളാട്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഐറ്റംസ് ഒക്കെ എന്തായാലും എടുത്തിട്ട് പോവാം. ഇവിടെ ഒരു ഗോൾഡും കൂടി ഉണ്ട്, ഇതുകൂടി പൊട്ടിക്കാട്ടോ. ഗോൾഡും കൂടി എടുത്തേക്കാം. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് തിരിച്ചു പോവാട്ടോ. ലെറ്റ്സ് ഗോ. ഓഹോ, സീന്. ഓ, ഇത് ടർട്ടിലല്ലേ? ഓ, നമുക്ക് ടർട്ടിൽ ഫാം വേണമെങ്കിൽ തുടങ്ങാം കേട്ടോ. ഇവിടെ നമ്മുടെ ടർട്ടിലുണ്ട്, നമ്മുടെ ആമക്കുട്ടനുണ്ട്. അപ്പോൾ ഈ ആമനെ നമുക്ക് ഇറ്റ് നമ്മളാ ഒരു നമ്മുടെ കയറെടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാരെ കൊണ്ടുപോയിരുന്നു നമുക്ക്. എന്തായാലും നമുക്ക് തിരിച്ചു പോവാട്ടോ. സംഭവം സീൻ ഇട്ടു, സംഭവം കലക്കി. ഇവിടെ സവാനാഭയവുമുണ്ട്. ഇവിടേക്കൊക്കെ നമ്മൾ ഓൾറെഡി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. ഓക്കെ, അയ്യാ സ്പീഡ് കൂടിപ്പോയി. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റാണ് കേട്ടോ. നമ്മളെ റോക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇലക്ട്രിയും കാര്യങ്ങളൊക്കെ ഫുള്ളി സെറ്റായിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ഹോർസ് ആർമർ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഡയമണ്ടിൻ്റെ ഹോർസ് ആർമറൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നമ്മുടെ ഒരു കുതിരക്ക് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ കുതിരക്ക് നെയിം ഇട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏതോ ഒരു കുതിരക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ട് മറന്നു പോയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കുതിരക്ക് നമുക്ക് എന്തായാലും നമ്മുടെ ഡയമണ്ട് ആർമർ തന്നെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഓ, ഇത് സംഭവം കൊള്ളാട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ. നമ്മൾ ഈ ഒരു ആർമർ വേറെ ലെവലിൽ ലുക്കായിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അയണിൻ്റെ ആർമറോട് ഇട്ട് കൊടുത്തു നോക്കാം കേട്ടോ. ഒരുത്തൻ അയണിൻ്റെ ആർമറോട് ഇട്ട് കൊടുക്കാം. ഇവന് നമുക്ക് എന്തായാലും അയൺ ആർമറോട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, സംഭവം സെറ്റാണ്. നമ്മൾ ഡയമണ്ട് ആർമറിൻ്റെ അത്ര ലുക്കില്ലെങ്കിലും സാധനം കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവന്മാർക്ക് നല്ലൊരു പേരെന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇട്ട് കൊടുക്കണം. എന്തായാലും ഇവനും കൂടി ആർമർ സെറ്റാക്കാമായിരുന്നു, ബട്ട് നമുക്ക് അവന് ഗോൾഡിൻ്റെ ആർമർ സെറ്റാക്കാം കേട്ടോ. നമുക്ക് ആ കുതിരയ്ക്ക് എന്തായാലും നമുക്കൊരു ഗോൾഡിൻ്റെ ആർമർ കൂടി സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ അവനും കൂടി ഇടാതെ പോകുന്നത് മോശമല്ല. ഈ ഒരു ലെതർ ഹോർസ് ആർമർ ഇട്ട് കൊടുക്കാം കേട്ടോ തൽക്കാലം. ഈ ലെതർ ഹോർസ് ആർമർ വെച്ച് നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് ലെതറിൻ്റെ ആർമർ ഇട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റ്. അങ്ങനെ എല്ലാ കുതിരയ്ക്കും നമ്മൾ ആർമർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവന്മാർക്ക് പേരും കൂടി സെറ്റാക്കണം. എന്തായാലും നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഈ കുതിരകൾക്ക് എന്തായാലും ഒരു പേരും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു എപ്പിസോഡിൽ അല്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മണിക്കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും കേജ് അടിച്ചേക്കാൻ മായ വരുന്നുണ്ട്, പനി പിടിക്കണ്ട.
ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഷൽക്കർ ബോക്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ എന്തായാലും നമ്മൾ ഷൽക്കർ ബോക്സ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഷൽക്കർ ബോക്സിന് നമുക്ക് വേണ്ടത് ചെസ്റ്റ് വേണം. എന്തായാലും നമുക്ക് ഈ ഒരു ബാംബു ബ്ലോക്ക് എടുത്തിട്ട് കുറച്ച് പ്ലാങ്ക് റെഡിയാക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഒരു ചെസ്റ്റ് റെഡിയാക്കാം. എന്നിട്ട് നമ്മുടെ ഷൽക്കർ ബോക്സ് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. 2 ഷൽക്കർ സെല്ലും ഒരു ചെസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഷൽക്കർ ബോക്സ് സെറ്റാക്കാൻ പറ്റും. എന്തായാലും നമ്മൾ ഒരു ഷൽക്കർ ബോക്സ് സെറ്റാക്കുന്നുള്ളൂ, ബാക്കി എന്തായാലും ഇതിലെടുത്ത് വെച്ചേക്കാം. ഓക്കെ, അതുപോലെ തന്നെ പ്ലാങ്കും ഗൺ പൗഡറും ഒക്കെ നമുക്ക് എന്തായാലും ഇതിലേക്ക് എടുത്ത് വെച്ചേക്കാം. ഓ, നമുക്ക് എൻജാൻഡ് ഗോൾഡൻ ആപ്പിൾ കിട്ടിയിട്ടോ. നമ്മൾ ആ ഒരു റൂയിൻ്റെ പോർട്ടലിൽ നിന്ന് സംഭവം എന്തായാലും കലക്കി. എഫിഷ്യൻസി 5 ഉള്ളൊരു പോയും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതായിരുന്നു. സ്റ്റാൻഡ് കൂടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. എത്ര ഐറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയത്, വേറൊന്നും സെറ്റാക്കാനില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ഷൽക്കർ ബോക്സ് എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് സംഭവം. ഇതിൽ നമുക്ക് ഐറ്റംസ്, ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും ലാഭിക്കാം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ. അതാണ് ഇതിൻ്റെ യൂസ് കിട്ടും. നമുക്ക് റോക്കറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എടുത്ത് വെക്കാം. നമ്മുടെ ഈ ഒരു പിക്കാക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നമ്മുടെ വില പിടിച്ച ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ എടുത്ത് വെക്കാം. സോ അത് നല്ലൊരു കാര്യമാണ്. ഷൽക്കർ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.